ഹായ്, നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയിപ്പോയി. അപ്പം ഇതുപോലൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകുവാണെങ്കിൽ നിങ്ങൾക്കും വണ്ടി മറ്റൊരു വണ്ടിയിൽ നിന്ന് ജമ്പ് ചെയ്ത് നമുക്ക് ഇതുപോലെ വണ്ടി സ്റ്റാർട്ടാക്കാം. ഇത് സ്കോർപ്പിയോ ആണ് വണ്ടി. ഇത് ബാറ്ററി മാറാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ ബാറ്ററി കട കൊണ്ടുവന്നപ്പോഴത്തേനും ബാറ്ററി കടക്കാരൻ പറഞ്ഞു 2 മാസം കൂടി ഓടുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ ബാറ്ററി മാറാതെ ഇട്ടതാണേ. അപ്പം നമ്മളിപ്പോൾ വയറെടുത്തിരിക്കുന്നത് എംബർ വയർ, കുറച്ചുകൂടെ വണ്ണമുള്ള വയറാണ് ഇതിന് വേണ്ടത്. പക്ഷേ ഇപ്പം അവിടെ 4-ൻ്റെ വയറാണേ, 4 സ്ക്വയറിൻ്റെ വയറാണിപ്പം എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഇത് മതി, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കുന്നേ ഉള്ളൂ. നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ ജമ്പർ വയർ എടുക്കണമെങ്കിൽ ബാറ്ററി കടയിലൊക്കെ പോകണം. അപ്പം ഡാനിയുടെ വണ്ടിയുണ്ട്, അവൻ്റെ വണ്ടിയിൽ നിന്ന് നമുക്കിപ്പം ബാറ്ററി കണക്ട് ചെയ്യാം. ഇതാണ് ബാറ്ററി, എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. അത്യാവശ്യം 4 വർഷമായല്ലേ, 4 വർഷത്തോളം കിട്ടിയ ബാറ്ററിയാണേ. അപ്പോൾ ഇത് റിവേഴ്സ് പാർക്കിംഗ് ആയപ്പോൾ ഡാനി ചെയ്യുന്നത്. അപ്പം പുതിയതായിട്ട് ലൈസൻസ് എടുക്കാനുള്ള ആൾക്കാരൊക്കെ കണ്ടുപിടിച്ചോണം. ഇങ്ങനെ ഗ്യാപ്പിൽ വണ്ടി കയറ്റുവാണേ. വലത്ത് സ്റ്റിയറിംഗ് ഓടിച്ച് പിടിച്ചേക്കുവാണ് കേട്ടോ. ചേ ഫ്രണ്ട് പോയിട്ട് പോരെ വേണേ കേട്ടോ, ഗ്യാപ്പുണ്ട്. പോട്ടെ 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 പോട്ടെ. നേരെ അയക്കൂ, പോണേ, നേരെ അയക്കൂ. പോട്ടെ 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 പോട്ടെ. ആ വണ്ടിയുടെ ആ ലെഫ്റ്റ് സൈഡിലാണ് ബാറ്ററി ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ റിവേഴ്സ് ഈ വണ്ടി എടുക്കുന്നത്. പോട്ടെ 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 പോട്ടെ. മതി 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 മതി. ഓക്കെ, അതിൻ്റെ ബോണ്ട് നോക്കിയോ? ആ, അപ്പം ഈ സൈഡിലാണ് ബാറ്ററി. അതുകൊണ്ട് ഈ വയറിന് നീളം കുറവായതുകൊണ്ടേ നമ്മളിങ്ങനെ നിർത്തിയത്. അല്ല, തിരിച്ച് വണ്ടി ഫ്രണ്ട് കയറി വരുവാണെങ്കിൽ പിന്നെ നീളം കിട്ടത്തില്ല. ആദ്യം നെഗറ്റീവ് വയറാണ് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പോസിറ്റീവ് നെഗറ്റീവ്. പ്ലസ് എഴുതിയേക്കുന്ന പോസിറ്റീവ് റെഡ് വയർ, മൈനസ് എഴുതിയേക്കുന്നത് ബ്ലാക്ക് വയർ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് കൂടുതൽ പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് ലൈൻ അങ്ങോട്ട് കണക്ട് ചെയ്യാം. നമുക്ക് നെഗറ്റീവ് ലൈൻ അങ്ങോട്ട് കണക്ട് ചെയ്യാം. ഇവിടെ നെഗറ്റീവ് എടുത്തു. നമ്മൾ ഈ വണ്ടിയുടെ നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്യുകയാണ്. ക്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. നമുക്കൊരു ക്ലിപ്പുള്ള വയറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളിപ്പോൾ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് അകലെ മാറിയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ മറ്റൊരു വഴി യാത്ര പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു ബാറ്ററി ഡൗൺ കാണിച്ചത്. നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ആദ്യം 2 വയറോടെ കണക്ട് ചെയ്യാൻ പാടില്ല. 2 വയറോടെ കണക്ട് ചെയ്ത് ഏതെങ്കിലും രീതിക്ക് ഷോർട്ടായി കഴിഞ്ഞാൽ ഇത് പ്രശ്നമാണ്. പോസിറ്റീവ് ലൈൻ കണക്ട് ചെയ്യുക. പോസിറ്റീവ് ലൈൻ ഇവിടെ കണക്ട് ചെയ്യുമ്പോഴത്തേനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാർജ് കുറവുള്ള ബാറ്ററിയാണ് എടുക്കണം. ചാർജ് കൂടി നിൽക്കുന്ന ബാറ്ററിയിൽ നിന്ന് പോസിറ്റീവ് ലൈൻ എടുക്കരുത്. ഇതിപ്പം ഡൗണായി നിൽക്കുന്ന ബാറ്ററി, ഇതിൻ്റെ ഇവിടെ നമുക്ക് പോസിറ്റീവ് ലൈൻ എടുക്കാം. ഈ തുമ്പ് ഇങ്ങനെ ശ്രദ്ധിച്ച് കൈ പിടിച്ചോണം. ഈ തുമ്പ് ഇങ്ങനെ അശ്രദ്ധമായിട്ട് ഇടരുത്. താഴെ ഇതിൻ്റെ ബോഡിയായിട്ട് വല്ലതും ടച്ചായി കഴിഞ്ഞാൽ അത് ഷോർട്ടാവും. അതുകൊണ്ട് ഈ തുമ്പ് കയ്യിലിങ്ങനെ പിടിച്ചോണം. കാരണം ബാറ്ററി കടക്കാർ വന്നു കഴിഞ്ഞാൽ അവർ ജമ്പറൊക്കെ ഇട്ട് അവർ നല്ല സേഫായിട്ടാണ് ചെയ്യുന്നത്. സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മറ്റേ ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പം അതിനിപ്പോൾ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് താൽക്കാലികമായിട്ട് നമ്മളിങ്ങനെ കൊടുക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ ഈ ഒരു വയർ കൊടുക്കുന്ന രീതി പോലും ശരിയല്ലെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇതുണ്ട്, പോസിറ്റീവ് ലൈനിലോട്ട് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. ഇത് ക്ലിപ്പില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഞെക്കി പിടിക്കണം, അല്ലെങ്കിൽ ഇത് ലൂസാവും. അതുകൊണ്ട് നല്ല മാറ്റം. ഈ വയറിന് വണ്ണം കുറവായതുകൊണ്ട് ആംബിയർ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഞെക്കി പിടിക്കാൻ ശ്രമിക്കണം. ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി ഇടുവാണ്. അപ്പം അത്രയും കൂടെ ഒരു ആംബിയർ വോൾട്ടേജ് അങ്ങനല്ല, അത് സ്റ്റാർട്ടാക്കണം. ഇത് സ്റ്റാർട്ടാക്കുമ്പോൾ അത് സ്റ്റാർട്ടാകത്തില്ല. അയ്യടാ, അതിനപ്പുറത്തെ പോയി സ്റ്റാർട്ട് ചെയ്തു. അടിച്ചേ. അപ്പം ഈ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ വയർ ഡിസ്കണക്ട് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ഈ രീതിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മൾ വയർ ഊരിയെടുക്കുമ്പോഴത്തേനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നെഗറ്റീവ് വയർ ഊരുക, നെഗറ്റീവ് വയർ വലിച്ചു വരിക. നമ്മളെപ്പോഴും വണ്ടിയിലെ ബോഡിയിൽ നിൽക്കുന്നത് നെഗറ്റീവ് വയറാണ്. അതുകൊണ്ട് നെഗറ്റീവ് വയർ നമ്മൾ ആദ്യം ഊരിയെടുക്കുക.
അതിനുശേഷം പോസിറ്റീവ് വയർ ഊരുക. എന്താ ഇതാണ് ഒരു സേഫായ മാർഗം. ഇല്ലെങ്കിൽ ബാറ്ററി കടക്കാരനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് മറ്റേ ജമ്പർ വയർ, കട്ടിയുള്ള വയറുണ്ട്, അത് കൊടുത്ത് എടുക്കാം. അപ്പോൾ ഓക്കെ. ഏതാ കുഴിമന്തി? പുള്ളി പോറക്കോ ബാറ്ററി മേടിച്ചാൽ മതിയായിരുന്നു. അപ്പൊ എന്നാ ചിലവ് കുഴിമന്തി അല്ലേ? കുഴിമന്തി ഞങ്ങൾക്ക് ചൂട് പ്രശ്നമില്ല, ഞങ്ങൾ എ സി കേട്ടാ. എന്നെ പിടുത്തില്ലെന്ന്. ഇതിന്റെ മുതലാളി നമുക്ക് കുഴിമന്തി മേടിച്ചു തരാന്ന് പറഞ്ഞേക്കോ. ഇതാണ് മുതലാളി. ബാറ്ററി മാറി വെച്ച് കുഴിമന്തി മേടിച്ചു. അതെ അതെ. കയറിപ്പോട്ടെ.